നെറ്റിപ്പട്ടം ഒന്ന് നേരെയാക്കാനും സമ്മതിക്കൂല ഇല്ലേ, പേടിച്ചു പോയവർ. നമ്മുടെ ഉണ്ണിമങ്ങാട് ഗണപതിയാണ് ഈ നിൽക്കുന്നത്. ഓല വെട്ടിയിട്ട് കൊടുത്ത് അപ്പോൾ ഓലയൊക്കെ തിന്ന് അവിടെ ഒരു ഫ്ലോട്ട് പാട്ടൊക്കെ ഇട്ട് കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കൊച്ചുകള്ളൻ, കണ്ടില്ലേ? ഇതാരെന്ന് നോക്കിയേ. എപ്പോഴും നമ്മുടെ ഉത്സവ എഴുന്നള്ളത്തിൽ ഇതേപോലുള്ള കലാരൂപങ്ങൾ ഭയങ്കര രസമാണ്. അപ്പോൾ ഇതെനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. നമ്മളെ ടോമും മിക്കി മൗസും ഒക്കെ ഇങ്ങനെ വന്നപ്പോൾ അതും ഡാൻസും കളിച്ച് എന്ത് രസമെന്ന് നോക്കി. സംഭവം ഞാനിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ റോഡരികിൽ കണ്ട ഒരു എഴുന്നള്ളത്താണ്. അപ്പോൾ ഇത് എടുക്കാനായിട്ട് പോയതല്ല, വഴിയിൽ വെച്ച് കണ്ടതാണ്. കണ്ടപ്പോൾ നല്ലൊരു രസം തോന്നി, ഞാൻ ഷൂട്ട് ചെയ്തിട്ടാണ്. നല്ല ഒരു എഴുന്നള്ളതായിരുന്നു. വലിയൊരു പയ്യനെ വെച്ച് ഡാൻസ് കളിക്കുന്നുണ്ടല്ലേ, പിള്ളേരൊക്കെ ഫുള്ള് വൈബ് അടിച്ചുകൊണ്ട് പോവുക. നമുക്ക് ഏതായാലും ഈ ഒരു ഉത്സവ കാഴ്ചയൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. ഈ ഉണ്ണിമങ്ങാട് ഗണപതിയെ ഒരുക്കി നിർത്തിയിരിക്കുന്നുണ്ട്. ആ ഒരു തിടമ്പ് ആ തിടമ്പ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡെക്കറേഷൻ കണ്ടില്ലേ, സൈഡിൽ പീലിയൊക്കെ വെച്ച് അതൊരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. തെയ്യമൊക്കെ ഉണ്ട്, തെയ്യമൊക്കെ ഡാൻസും കളിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ തെയ്യവും നമ്മുടെ ഫ്ലോട്ടും മറ്റേ കലാരൂപങ്ങളും എല്ലാം കൂടിയൊക്കെ ചേർന്ന് ഒരു ഈ കാള കണ്ടില്ലേ, ശിവനെയും പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം നന്ദികേശൻ്റെ ആ ഒരു രൂപവും സംഭവം എല്ലാം അടിപൊളിയാട്ടോ. എഴുന്നള്ളത്ത് ഇച്ചിരി നല്ല എഴുന്നള്ളത്തായിരുന്നു, വലിയ എഴുന്നള്ളത്തായിരുന്നു. സംഭവം കലക്കിയിട്ടുണ്ട്. ഇതാരെന്ന് നോക്കിയേ, മിക്കി മൗസ്. അടുത്തത് ഈ ഒരു മിക്കി മൗസിനെ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതായിട്ട് തോന്നി, കലാരൂപമായിട്ട് തോന്നി. സംഭവം കൊള്ളാം. ഈ ഒരു മേളത്തിൻ്റെ ഇടയിൽ ഒട്ടും ഡാൻസൊക്കെ ആയിട്ട് ഇവരോടെ കണ്ടില്ലേ, കമ്മിറ്റിക്കാരും എല്ലാവരും ഉണ്ട്, അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുക. കണ്ടില്ലേ സ്റ്റെപ്പൊക്കെ ഇടുന്നത്. ഇത് നല്ല ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ട് നമ്മൾ ഇന്ന് കണ്ടതിലൊരു നല്ല ബെസ്റ്റായിട്ട് തോന്നി. പിന്നെ എടുത്തു പറയേണ്ട നമ്മുടെ ആന ഉണ്ണിമങ്ങാട് ഗണപതി. ഉണ്ണിമങ്ങാട് ഗണപതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല ഫേമസ് ആനയാണ്. ഉണ്ണിമങ്ങാട് ഗണപതി ഇവിടെ നിൽപ്പുണ്ട്. എല്ലാവരും ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുക്കുകയാണ്. ഇവിടെ ഉണ്ണിമങ്ങാട് ഗണപതിയും റെസ്റ്റ് എടുക്കുകയാണ്, ഓലയൊക്കെ തിന്ന്. കണ്ടില്ലേ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ണിമങ്ങാട് ഗണപതിയുടെ തിടമ്പ് ഒരു സെറ്റപ്പ്, ഒരു നമ്മൾ കണ്ടതിലൊരു വെറൈറ്റി സാധനമായിട്ട് ഉണ്ട് കേട്ടോ. ആ ഒരു തിടമ്പേ കണ്ടില്ലേ, സൈഡിൽ പീലിയൊക്കെ വെച്ച് നല്ലോണം സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡെക്കറേഷൻ ചെയ്തവരെ ഞാൻ അവിടെ വെച്ച് കണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന കുറേ ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ അവരുടെ പേര് ഞാനങ്ങ് വിട്ടുപോയി. സംഭവം ഏതായാലും ആ ചേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു തിടമ്പ്. അങ്ങനെ പാട്ടൊക്കെ കേട്ടിരിക്കുകയാണ് കേട്ടോ, പാട്ടും കേട്ട് ടൈം പാസും ചെയ്തിരിക്കുക. സൂപ്പർ ലുക്കില്ലേ. നമ്മുടെ കിടക്കാച്ചി പേരുകേട്ട ഒരു കൊമ്പനാണ് നമ്മുടെ ഉണ്ണിമങ്ങാട് ഗണപതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഉണ്ണിമങ്ങാട് ഗണപതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിള്ളേരുടെ വൈബടിക്കൊരു കുറവില്ല, ഒരുപാട് പിള്ളേരുണ്ട് കേട്ടോ എഴുന്നള്ളത്തിൻ്റെ കൂടെ തന്നെ. പിള്ളേരൊക്കെ കിടക്കാച്ച് വൈബിൽ നിൽക്കുകയാണ്. ഈ ഫ്ലോട്ട് കൊള്ളാം കേട്ടോ, നല്ല പെർഫെക്ഷൻ സംഭവം ചെയ്തില്ലേ. അങ്ങനെ നമ്മുടെ ഉണ്ണിമങ്ങാട് ഗണപതി എല്ലാവരും യാത്രയാവുകയാണ്. സൂപ്പറായിരുന്നു കേട്ടോ.